എൻ്റെ പേര് റീന. ഞാൻ അന്നമനണ്ട ഇടവകപ്പള്ളി. ഞാൻ UK-ൽ 20 വർഷമായിട്ട് വർക്ക് ചെയ്യുകയാണ്. നേഴ്സായിട്ടാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ 2015 തുടങ്ങി 2024 വരെ ഒരു ഏജൻസി നേഴ്സായിട്ടാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പെർമനൻറ്റ് ജോലിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഞാനങ്ങനെ ഏജൻസി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2024 ആയപ്പോഴേക്കും നമ്മുടെ ഒത്തിരി ഓവർസീസ് നേഴ്സസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർത്തു എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് NHS-ലോട്ട് വീണ്ടും പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. എനിക്കത് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ഷിഫ്റ്റ് വെച്ചാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഒക്ടോബർ 7-ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ഫിറ്റ്സായി. അപ്പോൾ ഞാൻ 999 ഞങ്ങളോട് വിളിക്കുന്നത് ആംബുലൻസിന് വേണ്ടി. അത് വിളിച്ചു. പേഷ്യൻ്റ് അപ്പോഴേക്കും പെട്ടെന്ന് അറസ്റ്റായി. അപ്പോഴേക്കും ആംബുലൻസുകാർ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, CPR സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നഴ്സിംഗ് ഹോമിലാണെങ്കിൽ നമുക്ക് ഓക്സിജനോ ഒന്നും നമുക്ക് നമ്മുടേതായ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പേഷ്യൻ്റ് സൈനോസായി, ഞാനാകെ സ്ട്രെസ്സായി. പേഷ്യൻറ്റിന് അപ്പടി ഫ്രോത്തൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സക്ഷൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഒരു സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കെയർ അസിസ്റ്റൻ്റിനോട് പറഞ്ഞു. അവർ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോൾ പേഷ്യൻ്റെ ഫയൽ കൊടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടപ്പോൾ അവർ അതിൻ്റെ സക്ഷൻ ട്യൂബ് കൊണ്ടുവന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ സീനിയർ കെയറിന് ഞാൻ പേഷ്യൻ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി സക്ഷൻ്റെ ട്യൂബ് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ ഞാൻ പേഷ്യൻ്റെ ഫയൽ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ പേഷ്യൻ്റെ ഫയൽ ഞാൻ തെറ്റി എടുത്തുകൊണ്ടുവന്നത്. ഞാൻ ജീൻ ഗ്രീൻ എന്നുള്ള പേഷ്യൻ്റെ ഫയലാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത്. പേഷ്യൻ്റെ പേര് ജോൺ സാൽവ, വേറെ ഏതൊരു പേഷ്യൻ്റെ ഫയലായിരുന്നു. അവിടെ പേഷ്യൻറ്റിൻ്റെ ഫയലിൻ്റെ ഇങ്ങനെ ഇനീഷ്യൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. തെറ്റ് ഫയൽ എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് റിസസിറ്റേറ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ആംബുലൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസുകാർ വന്നു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് സീനിയർ കെയർ പറഞ്ഞു, നീ പേഷ്യൻ്റ് ഫയൽ എടുത്ത് മാറ്റിയാണ് നീ CPR സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പേഷ്യൻറ്റിന് CPR ചെയ്യാൻ പാടില്ലാത്ത പേഷ്യൻ്റായിരുന്നു, ഡു നോട്ട് റിസസിറ്റേറ്റ് ആയ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇൻസിഡൻറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുതിയതാണല്ലോ, ഞാൻ ഇൻസിഡൻറ്റ് ഫോമെല്ലാം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വന്നപ്പോഴേക്കും എന്നെ അവർ ഓഫീസിലോട്ട് വിളിച്ചു. ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സിസ്റ്റർ എല്ലാം കൂടി വന്നിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 1 hour മീറ്റിംഗ്. അവർ പറഞ്ഞു ഞങ്ങൾ NMCക്ക് ഇൻഫോം ചെയ്യും, നിൻ്റെ പിൻ നമ്പർ ലൂസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന എന്തൊക്കെയോ എന്നോട് പറയുന്നു, പക്ഷെ ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ എൻ്റെ പിൻ നമ്പർ എനിക്ക് ലൂസ് ആകരുത്, എങ്ങനെയായാലും എനിക്ക് പിൻ നമ്പർ വേണം. ജോലി പൊക്കോട്ടെ, എനിക്കതിൽ വിഷയമില്ലാന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ജോലി ഞാൻ എവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ 20 വർഷമായിട്ട് ഞാൻ നേഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ, പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. എൻ്റെ ജോലി ഓൾറെഡി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എങ്ങനെ വീട്ടിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവർക്ക് തന്നെ പേടിയായി ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമെന്ന്. അപ്പോൾ എന്നോട് പുള്ളിക്കാരി നേഴ്സ് അവിടുത്തെ മാനേജർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും തന്നെ പേടിയായി. ഞാൻ ആകെ സ്ട്രെസ്സായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഒരു കണക്കിന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി, കാരണം ഒത്തിരി ട്രാഫിക്കുള്ള സമയമായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി എനിക്കെന്തോ സംതിങ് കുഴപ്പം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ നീ അവർക്കൊരു മെസ്സേജ് ഇട്ടേക്ക്, ഞാനിവിടെ സേഫായി വീട്ടിലെത്തിയെന്ന് പറയാൻ. അങ്ങനെ എനിക്കപ്പടി വിഷമായി. ഞാൻ ഓർത്തു എൻ്റെ പിൻ നമ്പർ പോയി, ഇനി എന്നെ ചെയ്യും. ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒരു ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ ഇടാൻ പറഞ്ഞു ഈ പ്രശ്നം വെച്ച്. അങ്ങനെ ഞാൻ ലൈറ്റ് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം എനിക്കൊരു ലെറ്റർ വന്നു. അതായത് പിൻ നമ്പറിന് എൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവർ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ എൻ്റെ ബാക്കി ആ മാസത്തെ 1 മാസത്തിൽ ജോലി ചെയ്തുള്ളൂ, ആ മാസത്തെ സാലറി എല്ലാം നീ ഒക്ടോബർ എൻഡിൽ നിനക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ എനിക്കത് വലിയൊരു ആശ്വാസമായി. കാരണം ഞാൻ ഓർത്തു അമ്മ എൻ്റെ പിൻ നമ്പർ കളഞ്ഞില്ലല്ലോ, ജോലിയല്ലേ പോയുള്ളൂ, ജോലി എനിക്ക് ഇനിയായാലും ജോലി കിട്ടുമല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ നഴ്സിംഗ് ഹോമിൻ്റെ യത്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി.
ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അപ്ലൈ ചെയ്തു. ഞാൻ അതിൻ്റെ ബ്രാഞ്ചുകൾ അങ്ങനെ ഓൾമോസ്റ്റ് 8 ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു. പക്ഷേ അവർ പറയും ഒരു വേക്കൻസിയെ ശരിക്കും ഉണ്ടാവുള്ളൂ, 1-2 വേക്കൻസി ഉണ്ടാവുള്ളൂ. പറയും റീന നിൻ്റെ 1 മാർക്കിന് വേണ്ടി നീ പോയി, മറ്റവളാണ് നിന്നിൽ നിന്ന് 1 സ്കോർ അവർക്കാണ് കൂടുതൽ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോലികൾ ഞങ്ങൾക്ക് അവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു December 26 എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ദൈവമേ അന്നെങ്കിലും എനിക്ക് മാതാവ് ഒരു വഴി തെളിയിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ December 23 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി വാർഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡും ഞാൻ എൻ്റെ അവിടുത്തെ എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ അതെന്തായാലും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. അത്രയും നാളുണ്ടായിരുന്ന ഇൻ്റർവ്യൂ പോലെയല്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ എനിക്കും അവർക്കും വിഷമമായി, കാരണം ഞാൻ എന്നെ അത്രയും ഇത്തിരി വയസ്സായിട്ടുള്ളൂ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്കും ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കറിയാമായിരുന്നു കിട്ടില്ല എന്നറിയായിരുന്നു. ഞാൻ 3 മണിയായപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു റീന അൺഫോർച്ചുനേറ്റ്ലി നീ അൺസക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇതും പോയല്ലോ, അങ്ങനെ ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു അത് സാരമില്ല റീന, കാരണം നീ അടുത്ത ചാൻസ് നിനക്ക് വരികയാണെങ്കിൽ നീ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, നിനക്ക് അടുത്ത ചാൻസ് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട് December 31 ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ അന്ന് ലീവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ആ ആഴ്ചയിൽ ലീവ് ചെയ്തപ്പോൾ പറഞ്ഞു അവർ സിക്ക് ലീവ് ആണെന്ന്. അങ്ങനെ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഫെബ്രുവരിയിൽ ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ 6-ാം തീയതി, അതായത് ഇനി February 6 ഈ 6-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ആകും എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ എന്നാൽ 6-ാം തീയതി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6-ാം തീയതി എനിക്കൊരു കോൾ വന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു റോണി നീ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോറി ഞാൻ അൺവെല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താ നീ വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കാണുമെന്ന് പറഞ്ഞു, പേഴ്സണലി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരി പറഞ്ഞു 13th എൻ്റെ മാനേജേഴ്സ് ഡേ ആണ്, നീ അന്ന് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ പണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് എന്നോട് വീണ്ടും ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ തെറ്റായ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു നീ എന്തുകൊണ്ട് അന്ന് ഇൻ്റർവ്യൂവിന് ഇതുപോലെ പെർഫോം ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിവേ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ സെലക്റ്റഡ് ആണോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ഐ വിൽ ലെറ്റ് യു നോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ, അവിടെ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു റീന നീ ഇപ്പോഴും ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ, യു ആർ സെലക്റ്റഡ്, നീ ഞങ്ങളുടെ വാർഡിലോട്ട് വെൽക്കം ടു വാർഡ് 70 എന്ന് പറഞ്ഞു. അത് റെസ്പിറേറ്ററി വാർഡാണ്, എൻ്റെ ഇഷ്ടമുള്ള വാർഡുമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ പിന്നെ റെഫറൻസിന് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ട് ആ ഏജൻസി ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു. എനിവേ അവരെൻ്റെ പ്രീവിയസ് ആൾക്കാരുടെ റെഫറൻസും ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്തു. എനിവേ ഞാൻ ആ ജോലിയിൽ കയറി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഭംഗിയായിട്ട് പോകുന്നു, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ ആ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു. എന്നും ഞാൻ ഒരിക്കലും ഒത്തിരി പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഞാൻ 5 മണിക്ക് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥന, ഒരു 4 കൊന്ത എത്തി. പിന്നെ പിള്ളേർ എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്, അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകും. ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ബിസിനസ്സാണ്, പുള്ളി വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിൽ പിന്നെ കരഞ്ഞാണ് പിന്നത്തെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. അവരെന്നോട് എപ്പോഴും ചോദിക്കും മമ്മി എന്തിനൊക്കെ അറിയുന്നത്, മമ്മിക്ക് ഫൈനാൻഷ്യലായിട്ട് മമ്മി ഇതല്ലേ, പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത്, ജോലി സാരമില്ല, ഇത്രയ്ക്ക് പ്രായമായില്ലേ, മമ്മി ഇത്രയും നാൾ ജോലി ചെയ്തു, ഇത്ര ഞങ്ങളെ വളർത്തി നല്ല നിലയിലാക്കി, ഇനി എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 18 വയസ്സിൽ ഞാൻ നഴ്സിങ്ങിന് പോയത്, ഇന്ന് വരെ ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല ഒരു 2-3 മാസം ഞാൻ എങ്ങനെ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. എനിവേ ഇപ്പോൾ നല്ലൊരു ജോലി തന്നു ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നാശമായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീടൊന്ന് പുതിയതൊന്ന് പണിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കേരളിൻ്റെ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ആ വീട് പണിയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ
2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു വീടിൻ്റെ കാര്യം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് തന്നെ ഞങ്ങൾക്ക് പുതുക്കി പണിത് ഞങ്ങളതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ 2025 ജൂൺ 30 നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്ന പേപ്പേഴ്സ് ഇവിടുന്ന് പത്രം വാങ്ങി ഞങ്ങളത് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ പള്ളിയിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആര് സഹായം അപേക്ഷിച്ച് വന്നാലും ഞാൻ ഒരിക്കലും അവരെ നിരാശരാക്കാറില്ല. ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ 2 പിള്ളേരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസിനെ. പിന്നെ ഇപ്പോഴാണെങ്കിലും ഒരു വീട് പണിക്ക് ഒരാൾക്കാർ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ ബാക്കിയുള്ള കമ്പിയും സിമെൻറ്റും ഞങ്ങളാണ് വീടിൽ നിന്ന് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തത്. പള്ളി ഇടപെട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആധ്യാത്മികമായിട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു കൊന്ത ഉണ്ടായിരുന്നുള്ളൂ, കുടുംബ പ്രാർത്ഥനയിൽ ഒരു കൊന്ത, അല്ലാതെ ഞാൻ വേറൊരു കൊന്ത എത്തിക്കാറില്ല. പള്ളിയിൽ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ പോകും. പിന്നെ ഇപ്പം ആണെങ്കിൽ ഒരു 2-3 കൊന്ത എന്തായാലും എത്തിക്കും. പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തുവാൻ അമ്മയും തിരുക്കുമാരനും എന്നെ ഇടവരുത്തതിന് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന ജെയിൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടി മങ്കുടി ചേരാനെല്ലൂർ ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസം 10-ാം തീയതി. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അയർലൻഡിലോട്ട് പോകാനുള്ള എൻ്റെ പേപ്പർ വർക്ക്സൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ അയർലൻഡിലോട്ട് പോയിരുന്നത്. കാരണം എനിക്ക് പുറത്തു പോകാനുള്ളൊരു താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊരു സാഹചര്യം ഒരുങ്ങി വരികയും ഞാൻ വിതിൻ 3 months എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡി ആവുകയും ഞാൻ അയർലൻഡിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആഫ്റ്റർ 2 years സാധാരണയായി നമ്മുടെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിന്യൂവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് റിന്യൂവൽ ചെയ്തു വരും. പക്ഷേ ഞങ്ങളുടെ ഒരു 8 പേരെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മാസം കൊണ്ട് വരുന്നത് 2 മാസമായി 3 മാസമായി അങ്ങനെ 8 മാസം വരെ അത് കാലതാമസമായി. ഞങ്ങളുടെ വർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ വിസയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് വിസ അവിടെ റിന്യൂ ചെയ്ത് കിട്ടില്ല. എൻ്റെ ഈ സാഹചര്യത്തിൽ എൻ്റെ പാസ്പോർട്ടും എക്സ്പയറി ആയി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ എൻ്റെ ആ സ്റ്റാറ്റസിനെ ബാധിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും ഒക്കെ കൂടുമ്പോൾ മാതാവിനോട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഒന്ന് നടത്തി തന്നെ എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്ത വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ആ നിയമങ്ങളോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 19-ാം തീയതി എൻ്റെ 8 മാസം എത്തി ഞങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാവരെയും വിസ റിന്യൂ ചെയ്ത് വന്നു. അതേസമയം ഇൻ ബിറ്റ്വീൻ എൻ്റെ ജൂലൈ 16-ാം തീയതി എൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിരുന്നു. പക്ഷേ നമ്മൾക്ക് പ്രയർ ടു 3 months വി ഹാവ് ടു റിന്യൂ ദാറ്റ് വൺ. പക്ഷേ ഞങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നേഴ്സിംഗ് ഹോമിൽ നിന്ന് HR-ൽ നിന്ന് എനിക്കൊരു പേപ്പർ തരുവാണ്. ഞാൻ ഡ്യൂട്ടിയിൽ ഷീന പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വർക്ക് പെർമിറ്റ് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. എക്സ്പയറി ആയ എൻ്റെ വിസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പയറി ആയ പാസ്പോർട്ടും എക്സ്പയറി ആയ വിസയും കൊണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയിലോട്ട് ചെന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയെ. എനിക്ക് ഇതിലൊരു കഴിവുമില്ല, പക്ഷെ നീ ഇടപെട്ടാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ ഉപ്പും കൊണ്ടുപോയി ഇന്ത്യൻ എംബസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പ് അതിൻ്റെ ഒരു കോർണറിൽ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫിന് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വർക്ക് പെർമിറ്റ് ഈ വിസയും കൈമാറി, എൻ്റെ എക്സ്പയറി ആയ വിസ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിസ ഓൾറെഡി എക്സ്പയറി ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ വാലിഡ് വിസ നിർബന്ധമാണ്. എൻ്റെ സാഹചര്യത്തിൽ അതൊരു 8 മാസമായിരുന്നു ഓൾറെഡി എക്സ്പയർഡ് ആയിട്ട്.
പക്ഷേ ഇത് വാങ്ങിച്ച് എൻ്റെ ആ ലെറ്റർ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവുമില്ലാതെ എന്നവണ്ണം അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പയറി ആയ വിസ വാങ്ങിക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കുകയും ഒരു തടസ്സവുമില്ലാതെ എല്ലാം അയാൾ തന്നെ, എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും ഇല്ല, കാരണം ഞാനിത് എക്സ്പെക്റ്റഡ് അല്ല. അപ്പോൾ ഒരു കോപ്പി പോലും ഇല്ലാതെ അയാൾ തന്നെ അകത്ത് നിന്ന് ആ സാറ് ആ കോപ്പിയൊക്കെ എടുത്ത് എൻ്റെ എല്ലാം ഡീറ്റെയിലും വാങ്ങി എന്നോട് പറഞ്ഞു ആഫ്റ്റർ 1 month യു വിൽ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാനങ്ങനെ അതിൻ്റെ അത് കൊടുത്ത് ഞാൻ റൂമിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ HR ഞാൻ വിളിച്ച് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് അവർ റിന്യൂവൽ ആപ്ലിക്കേഷന് കൊടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷീന ദിസ് ഈസ് ക്വൈറ്റ് അൺനാച്ചുറലാണ്, കാരണം നിനക്ക് ഇതിങ്ങനെ കിട്ടിയത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും എൻ്റെയും എനിക്ക് വേണ്ടി ഒത്തിരി പേര് അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ചേച്ചി, അങ്ങനെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്. ഇത് കാരണം എനിക്കൊരു രേഖയുമില്ല. ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ വരുന്നെങ്കിൽ പോലും എൻ്റെ കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒരു പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അയർലൻഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് സമയത്ത് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നെങ്കിൽ എനിക്കൊരു രേഖയുമില്ല. ആ സമയത്ത് മാതാവിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി, എൻ്റെ പാസ്പോർട്ട് കറക്റ്റായ ടൈമിൽ കിട്ടി, എൻ്റെ വിസ റിന്യൂ ചെയ്ത് കിട്ടി. ഈ സമയത്തിൻ്റെ ഇടയിലാണ് എൻ്റെ ഭർത്താവിനും മോൾക്കും വേണ്ടി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസ ഇന്ത്യൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. 1 വർഷം എത്തി കിട്ടാതിരുന്ന സാധനങ്ങൾ കൃത്യം 1 വർഷം എൻ്റെ ഈ ക്രൈസിസിൻ്റെ സമയത്ത് അവരുടെ വിസയും അടിച്ചായിരുന്നു. വിസ അടിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി, ഇവർ വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് പാസ്പോർട്ട് എക്സ്പയറി, എൻ്റെ GNIB, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പയർ ആയ സമയത്ത് ഇവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കൊണ്ടുവരും, നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, നീ പ്രാർത്ഥിക്കുന്നതല്ലേ. അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ 1 ആഴ്ച ഹസ്ബൻഡ് വിസയൊക്കെ എക്സ്പയർ ആവേണ്ട 1 ആഴ്ചയ്ക്ക് ഉള്ളിൽ അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും എൻ്റെ മോൾക്ക് ആ സമയം കൊണ്ട് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ, ഒരു നേഴ്സിംഗ് പഠിക്കാനുള്ള ഇത് മാതാവ് സാധാരണ ഓഗസ്റ്റ് അഡ്മിഷൻ തുടങ്ങുന്നത് ജനുവരിയിലെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങണം. എൻ്റെ മോള് വെറും മെയ് മാസത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലൂടെ അതും കാര്യങ്ങളും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇതെല്ലാം അമ്മ സമയബന്ധമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അമ്മയുടെ മകനോട് പറഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എങ്ങനെയെങ്കിലും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ എന്തിനാണ് പേടിക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സമയം പോലെ അമ്മ നടത്തേണ്ട സമയത്ത് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് എന്നോട് പറയുമായിരുന്നു. ആ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അമ്മയുടെ മധ്യസ്ഥതയോടെ തിരുക്കുമാരൻ കറക്റ്റായി എല്ലാ ടൈമിങ്ങിലും എല്ലാം നടത്തി തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് പേപ്പറും വാങ്ങിക്കൊണ്ടുപോയി ഇംഗ്ലീഷും മലയാളമൊക്കെ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ആരൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോടൊക്കെ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുത ശക്തി ഞാൻ പറഞ്ഞ് അവരോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടുന്ന് കാശ് രൂപമൊക്കെ വാങ്ങി ഞാൻ കൊണ്ടുപോകാറുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അവരെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഓർഫണേജിനായാലും ഫുഡ്, ഞാനിപ്പോൾ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് എനിക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ആരെങ്കിലും ഏൽപ്പിച്ച് ഫുഡുകൾ ഞാൻ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ BSc നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇത്രയൊക്കെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു. ഇനിയുള്ള എൻ്റെ തുടർ ജീവിതത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തുടർന്നു പോകുവാൻ ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും ഇതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ സന്നിധിയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഈശോയെ അവരുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ മുമ്പിൽ നിരത്തി ഞാൻ കൊടുക്കുകയാണ്. എല്ലാവരെയും നീ ചേർത്തണച്ച് നിൻ്റെ തിരുക്കുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമെന്ന് ഞാൻ ഈ തിരുനടയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലത
വർദ്ധിക്കുമ്പോൾ അങ്ങ് നൽകുന്ന ആശ്വാസം എന്നെ ഉന്മേഷവാന്മാരാക്കുന്നു. സങ്കീർത്തനം 94:19. എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് എനിക്ക് ആശ്വാസം നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൂടുമ്പോൾ, പ്രതിസന്ധികൾ കൂടുമ്പോൾ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ വരുമ്പോൾ, ഇവയെല്ലാം നമ്മെ തകർക്കുമ്പോഴും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ആശ്വാസമായി, നമുക്ക് ആശ്വാസം നൽകാനും നമ്മളെ ശക്തിപ്പെടുത്തുവാനും അവർ നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് ഉടമ്പടി മക്കൾക്ക് വിശ്വസിക്കാവുന്ന ഒരു വലിയ കാര്യം. ഈ മക്കൾ സഹോദരിമാരാണ്, റീന ബെനിയും ഷീന ജയും. ഈ സഹോദരിമാരുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളുടെ സമയങ്ങളിലും ഇവർ ഈശോയുടെയും അമ്മയുടെയും കരങ്ങൾ വിടാതെ പ്രാർത്ഥിക്കുന്നതാണ്. കാനായിലെ വിവാഹത്തിൽ പരിശുദ്ധ അമ്മ അവിടെ വീഞ്ഞില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും പരിശുദ്ധ അമ്മ ഇവർക്കിനി ആശ്വാസമില്ല, ഇവരെ സഹായിക്കണമെന്ന് ഈശോയോട് പറയുമ്പോഴാണ് ഈശോ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആലയത്തിൽ വന്ന് അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അമ്മയുടെ മുന്നിൽ നിരത്തി വയ്ക്കുമ്പോഴാണ് നമുക്കും ഒരാശ്വാസം ലഭിക്കുന്നത്, ഒരു സമാധാനം ലഭിക്കുന്നത്. ആശങ്കയിൽ സമാധാനവും ഭയത്തിൽ ധൈര്യവും കണ്ണുനീരിൽ പ്രതീക്ഷയുമാണ് നമുക്ക് ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. റീന ബെന്നി എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആ മകൾ പറഞ്ഞു, UK നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ജോബിൽ വളരെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഫയൽ മാറിപ്പോയപ്പോൾ വളരെ ഡിഫിക്കൽട്ട് സമയത്താണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം ഇവർക്ക് മനസ്സിലാക്കിയത്. പാർട്ട് ടൈം ജോബിലായിരുന്നു. ലൈറ്റ് ക്യാൻഡിലിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ പ്രതിസന്ധി തരണം ചെയ്യാനായിട്ട്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിൻ നമ്പർ സേഫാകാനായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഒരാപത്തും കൂടാതെ ഓരോരോ വ്യക്തികളുടെ ഇടപെടൽ കൂടെയാണ് ആ ഫയലിൻ്റെ പ്രോബ്ലം സെറ്റിലായത്. പിന്നീട് വന്ന് ഈ മകൾ ഒരു വീടിന് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതും വേറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീടൊരു റെനോവേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ഇവരുടെ കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. ഇവരുടേതായ രീതിയിലാണ് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് മുൻകൈയെടുത്തത്. ഓരോ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിലാക്കി സാമ്പത്തിക സഹായം കൊടുക്കുവാൻ മറന്നില്ല. അതുപോലെ തന്നെയാണ് ഷീന ജയുടെ കാര്യത്തിലും. അയർലൻഡിൽ ജോലി ലഭിച്ചത് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഒരു മാസത്തിന് ഉള്ളിൽ ഈ മകൾക്ക് വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം കാലതാമസമില്ലാതെ ഈ മകൾക്ക് എല്ലാം ചെയ്ത് നടത്തി ഈ മകൾക്ക് അയർലൻഡിൽ ജോലിക്ക് പോകാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന വിഷമസന്ധികളാണ് പെർമിറ്റ് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള കാലതാമസവും. അവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഈ മകൾ വിശ്വാസം കൈവിടാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഓരോ കാര്യങ്ങളിലും ഈശോയുടെ അമ്മയുടെ ഇടപെടൽ ഈ മകൾക്ക് മനസ്സിലായത്. പിന്നീട് ഓരോ വ്യക്തികളിൽ കൂടെയാണ് ഈ മകൾക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനും വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യാനും എല്ലാം സാധിച്ചത്. ഇതും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു ഇടപെടലാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മയെ കൈവിടാതെ ജീവിച്ചപ്പോഴും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഏത് കഷ്ടതകളിലും ദുരിതങ്ങളിലും ഇവർ ഏത് പ്രതിസന്ധികളാണെങ്കിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആന്തരിക സുരക്ഷയും സമാധാനവുമാണ് കൃപാസനത്തിൽ സാക്ഷ്യമായിട്ട് ഈ മക്കൾ പറയുന്നത്. ജീവിതത്തിലെ കുരിശുകളിലും കണ്ണുനീരിലും അമ്മ മാതാവ് നമ്മെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല. കാൽവരിയിൽ പോലും ഈശോയുടെ കൂടെ നിന്ന അമ്മയാണ് നമ്മുടെ ഓരോ അവസ്ഥകളിലും നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൈ പിടിച്ച് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും എല്ലാ പ്രതിസന്ധികളിലും ബുദ്ധിമുട്ടുകളിലും നമുക്ക് ഈശോയുടെ അമ്മയുടെയും കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. അമ്മ മാതാവ് നമ്മെ യേശുവിൻ്റെ അഭയസ്ഥാനത്തിൽ നമ്മളെയും മറച്ചു കൊള്ളണമേ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യത്തിനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. റീന ബെന്നിക്കും ഷീന ജയ്ക്കും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.